സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കാറളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ തുടർക്കഥ. ലോറികൾ കൂട്ടിയിടിച്ചു മറിഞ്ഞ ഒരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചക്കുള്ളിൽ 6ാമത്തെ അപകടം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ സെന്റർ രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. കൊടുങ്ങല്ലൂരിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. വഴിയാത്രക്കാർക്ക് നേരെ കാട്ടുപന്നികളുടെ ആക്രമണം. പന്നികളെ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്നിയം പഞ്ചായത്തിലെ ശാന്തി തീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലമെന്ന ആരോപണം. പ്രതിഷേധവുമായി ബിജെപി. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി മരകോവണി. ശ്രീനാരായണപുരം പള്ളിനടയിലാണ് മരകോവണി ഉപയോഗിച്ച് നാട്ടുകാർ റോഡ് മുറിച്ചു കടന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ തൃശൂർ അടക്കം 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാറളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കാറളം ചെമ്മണ്ട സ്വദേശി നെടുമ്പള്ളി വീട്ടിൽ ബൈജുവാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 3 പഞ്ചായത്തുകളിലായി വൈദ്യുതി ലൈനുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം ഉണ്ടായി. കലാമണ്ഡലം ഗസ്റ്റ് ഹൌസിന് സമീപം വലിയ മരം കടപുഴകി വീണ് ഗസ്റ്റ് ഹൌസിന് കേടുപാടുകൾ സംഭവിച്ചു. വള്ളത്തോൾ നഗർ, ശുപ്പുക്കുട്ടി മേനോൻ കനാൽ റോഡിന്റെ 2 മരങ്ങൾ കടപുഴകി വീണ് മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. പൈങ്കുളം മുൻ ആസിഡ് കമ്പനിക്ക് സമീപവും മുള്ളൂർക്കര മണ്ഡലം കുന്നിലും നെടുമ്പുര കനാൽ റോഡിലും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സം ഉണ്ടായി. ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചെറുതുരുത്തി KSEB ഓഫീസർ മാഹിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ കൂട്ടിയിടിച്ചു മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചക്കുള്ളിൽ 6ാമത്തെ അപകടമാണിത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യം കയറ്റി കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന മിനി കണ്ടെയ്നർ ലോറിയും അക്കിക്കാവ് ഭാഗത്ത് നിന്ന് വാഴക്കുലകൾ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറി നടുറോഡിൽ മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റു. പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറികൾ എടുത്തുമാറ്റി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്റർ വീതി കൂട്ടി വികസിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ അശ്രദ്ധയോടെ വാഹനങ്ങൾ സെന്ററിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. റോഡിൽ താൽക്കാലികമായി സ്പീഡ് ബ്രേക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചാൽ മാത്രമേ അപകടത്തിന് പരിഹാരമാവുകയുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. സോളാർ സിഗ്നൽ സ്ഥാപിക്കുന്നതിന് AC മൊയ്തീൻ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി നിരവധി തവണ കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. MLA അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. വടക്കാഞ്ചേരിയിലെ പാലിയേറ്റീവ് കെയറിലെത്തുന്ന രോഗികൾക്ക് OP ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ദുരിതം തുടങ്ങുകയായി. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള OP പ്രവർത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന പാലിയേറ്റീവ് പരിചരണം നിലവിൽ 300 മീറ്ററോളം മാറി DEICക്ക് സമീപമുള്ള ഐസൊലേഷൻ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. മെയ് 15 മുതലാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ചികിത്സ ഇവിടേക്ക് മാറ്റിയത്. ഇതടക്കം 6ാമത്തെ പ്രാവശ്യമാണ് സ്ഥലം മാറുന്നത്. 300ഓളം രോഗികളാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയറിനെ ആശ്രയിച്ചു കഴിയുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും OP ടിക്കറ്റ് എടുത്ത് 300 മീറ്ററോളം ആശുപത്രിക്ക് പുറകിലുള്ള കയറ്റം കയറി
ഐസൊലേഷൻ വാർഡിലെത്തി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം. ചുരുക്കം ചില മരുന്നുകൾ ഒഴിച്ചാൽ മറ്റെല്ലാ മരുന്നുകളും ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. മരുന്ന് വാങ്ങാൻ വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് വീണ്ടും ഇവ ഉറപ്പുവരുത്താൻ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരികെ എത്തണം. ഇത്തരത്തിൽ അതീവ പരിഗണന ലഭിക്കേണ്ട രോഗികൾ നേരിടുന്ന ദുരിതം ചെറുതല്ല. രോഗികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരിടത്ത് തന്നെ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹനാപകടങ്ങളും പതിവാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പന്നികളെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ളവരെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി. കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്യം പഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലമെന്ന് ആരോപണം. പ്രതിഷേധവുമായി BJP. 2018 താന്യം പഞ്ചായത്തിൽ പൈനൂരിൽ പ്രവർത്തനമാരംഭിച്ച പൊതുശ്മശാനം പലവിധ കാരണങ്ങളാൽ പലപ്പോഴും പ്രവർത്തനരഹിതമാണെന്ന് ആരോപണം. ഇതുമൂലം വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതിക്കുള്ളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏക ആശ്രയം ഈ ശ്മശാനമാണ്. എന്നാൽ ശ്മശാനത്തിന്റെ അപാകത മൂലം മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളതെന്ന് ഇവർ പറയുന്നു. മഴക്കാലത്തും ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോവാൻ 2024-25 വർഷത്തെ പഞ്ചായത്ത് ബഡ്ജറ്റിൽ 24 ലക്ഷം രൂപ കൂടി വകയിരുത്തി വർഷകാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയൊരു കെട്ടിടവും പണിതീർത്തിരുന്നു. എന്നാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം മഴ ശക്തമായതോടെ ഉൾഭാഗത്ത് വരെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ലക്ഷങ്ങൾ ചിലവാക്കി പണിത പൊതുശ്മശാനം നാശത്തിന്റെ വക്കിലാണ്. ശ്മശാനം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ വാഹനവും സ്വന്തം സ്ഥലത്ത് സൂക്ഷിക്കാതെ ശ്മശാന കെട്ടിടത്തിൽ കൊണ്ടിട്ടതിനാൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മാറ്റണമെന്നും ശ്മശാനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥിരമായി പ്രവർത്തിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുനിൽ പറമ്പത്ത്, പ്രസിഡന്റ് വിനോബ് VV, വൈസ് പ്രസിഡന്റ് രാധിക CR, സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാരയിൽ, കവിത ഷൺമുഖൻ, G ജയശങ്കർ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃപ്രയാർ. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി ഒരു ഗോവണി. ദേശീയപാത ശ്രീനാരായണപുരം പള്ളിനടയിലാണ് റോഡ് മുറിച്ചുകടക്കാൻ നാട്ടുകാർ മരഗോവണി ഉപയോഗിക്കേണ്ടി വരുന്നത്. നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചുകടക്കാൻ ഉപയോഗിക്കുന്നത് ശ്രീനാരായണപുരം പള്ളിനടയിലെ ഈ മരഗോവണിയാണ്. ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ. ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം പുറത്ത് പോകുന്നത് അപ്പുറത്ത് സ്കൂള്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ഒരു വലിയ മസ്ജിദ്, അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാർ ഇപ്പം ഈ കോണിയമ്മ കൂടി കയറിയാണ് അപ്പുറത്ത് പോകുന്നത്. പിന്നെ ഈ റോഡ് ഫുള്ള് പണി ചെയ്യുമ്പോഴത്തേനും 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം യൂട്ടേൺ അടിച്ച് അങ്ങോട്ട് ബസ് കയറി പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. ഇപ്പോൾ ഒരു കോണി വെച്ച് കയറുന്നുണ്ട്, ഭയങ്കര അപകടമാണത്. ഇതിലെ വൺവേണി ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞ് പാറി പോകണം. അതുകൊണ്ട് ഇപ്പോൾ കോണി വെച്ച് പോകുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകണം. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും. ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത്. റോഡ് മുറിച്ചുകടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നുപോകുമ്പോൾ
നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഗോവണി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് ഇന്ന് 50 വയസ്സ്. ജൂൺ 25 പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായമായി കണക്കാക്കപ്പെടുന്നു. ഭരണ നേതൃത്വത്തിന്റെ നിയമസാധുതയെ ഇളക്കിമറിച്ച രാഷ്ട്രീയ അശാന്തിയുടെയും ജുഡീഷ്യൽ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 21 മാസത്തോളം നീണ്ടുനിന്ന ഈ കാലയളവിൽ പൗരാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും പത്രമാധ്യമങ്ങളെ നിശബ്ദരാക്കുകയും ചെയ്തു. അവകാശങ്ങൾക്കായി വാദിച്ചവരെ കൽത്തുറങ്കിലടച്ച് ഭീകരമായ പീഡനത്തിനിരയാക്കി. രാജ്യമാകെ തടവറയായി ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട 21 മാസം. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയാണ് ഓരോ അടിയന്തരാവസ്ഥ കാല വാർഷികവും ഓർമ്മപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, TCV. കരുവന്നൂർ ബാങ്ക് സഹകാരികളോട് തുടരുന്ന ക്രൂര സമീപനത്തിനെതിരെ കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. തുടർന്ന് കരുവന്നൂർ ബാങ്ക് പരിസരത്ത് നടന്ന ധർണ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ ഭാരവാഹികളായ സേതുമാധവൻ, പറയംവളപ്പിൽ, C ജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന് മുന്നോടിയായി കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ KCBC മദ്യലഹരി വിരുദ്ധ സമിതിയും KCYM യൂണിറ്റും സംയുക്തമായി ലഹരിവിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. മദ്യലഹരി വിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചെതലൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് കൊടകര ഇടവക പ്രസിഡന്റ് ആബേൽ ജേക്കബ്, KCBC ലഹരിവിരുദ്ധ സമിതി പ്രോഗ്രാം കൺവീനർ ബിനോയ് മംഗലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മത്സ്യഭവനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് തോളൂർ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജില്ലാ ഓഫീസർ AA സുലൈമാൻ, ജനപ്രതിനിധികളായ KG പോൾസൺ, ഷീന തോമസ്, നോർത്ത് പാടശേഖര സമിതി കൺവീനർ സുനിൽ പോവിൽ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ എലവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണം തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷയായി. സമഗ്ര ശിക്ഷ കേരളയുടെ വർണ്ണകൂടാരം പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 13 ഇടങ്ങളിലായി വർണ്ണകൂടാരം നിർമ്മിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീഭ വേലായുധൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ക്ലെമന്റ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് വടക്കാഞ്ചേരി കൊച്ചിൻ വാർഷിക പൊതുയോഗവും സ്ഥാനാരോഹണം ചടങ്ങും അവാർഡ് വിതരണവും നടന്നു. നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ AP അധ്യക്ഷനായി. ലയൺസ് സെക്രട്ടറി വിൽസൺ കുന്നംപള്ളി, പ്രസിഡന്റ് തങ്കച്ചൻ സ്കറിയ, നൈസൽ യൂസഫ്, ഐസക് ജോൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വായനവാരത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ്ബ് ഓഫ് പെരിഞ്ചേരിയുടെ നേതൃത്വത്തിൽ വള്ളുകുന്നത്തുശ്ശേരി യൂണിയൻ ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, കവി തിലകൻ, പുളിങ്കുഴിയുടെ കവിതാ സമാഹാരമായ ചെക്ക് പോസ്റ്റ് തുടങ്ങിയ പുസ്തകങ്ങൾ നൽകി വായനാവാരം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ശൈലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KJ നിക്സൺ, MT രാധാകൃഷ്ണൻ, മാത്യൂസ് ജോയ്, മുത്തിപ്പീടിക, ഷീനി സുനിൽ എന്നിവർ സംസാരിച്ചു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 22,560 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,440 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കാറളം ചെമണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ തുടർക്കഥ. ലോറികൾ കൂട്ടിയിടിച്ചു മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ സെന്റർ രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. കൊടുങ്ങല്ലൂരിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. വഴിയാത്രക്കാർക്ക് നേരെ കാട്ടുപന്നികളുടെ ആക്രമണം. പന്നികളെ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്യം പഞ്ചായത്തിലെ ശാന്തി തീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലമെന്ന് ആരോപണം. പ്രതിഷേധവുമായി BJP. ദേശീയപാതാ നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി മരഗോവണി. ശ്രീനാരായണപുരം പള്ളിനടയിലാണ് മരഗോവണി ഉപയോഗിച്ച് നാട്ടുകാർ റോഡ് മുറിച്ചു കടക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.